അരുൺ, ഇന്നലെ ഈ സമസ്തയും ഈ സ്കൂൾ സമയമാറ്റത്തിലെ സമവായ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന വാർത്താക്കുറിപ്പുകളിൽ ശ്രദ്ധേയമായ ഒന്ന് ABVP ആണ്. ABVP ഇക്കാര്യത്തിൽ സർക്കാരിനെ പുകഴ്ത്തിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സമസ്തയ്ക്ക് വഴങ്ങിക്കൊടുക്കാത്തതിൽ പുകഴ്ത്തലാണ് ABVP നടത്തുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ ഭയപ്പെട്ടതും അതുതന്നെയാണോ? കാരണം മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയാൽ മറുവശത്ത് സർക്കാരിനെ കാത്തിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അത് മുന്നിൽ കണ്ടുകൂടിയാണോ ഇക്കാര്യത്തിൽ അയ്യേണ്ടതില്ല? എന്നാൽ കോടതിയുടെ ഒരു കാരണം കൂടിയുണ്ട്. അതുകൊണ്ടാണോ ഒരു കടുത്ത നിലപാട് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? സർക്കാരിനെ പറഞ്ഞെടുക്കാൻ ഇവിടെ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, കോടതി നിർദ്ദേശമാണ്. ഈ സമയക്രമത്തിനെതിരെ കോടതിയിൽ പോയത് സർക്കാരല്ല, പകരം ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണ്. വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. വിദഗ്ധ സമിതി പറഞ്ഞതനുസരിച്ചും കോടതി നിർദ്ദേശപ്രകാരവുമാണ് ഒരു സമയക്രമത്തിൽ മാറ്റം വന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ അനീഷ് സൂചിപ്പിച്ച പോലെ പ്രവൃത്തി ദിവസങ്ങൾ കുറവാണ്. അത് ഗുജറാത്തും UP പോലുള്ള എപ്പോഴും വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളത്തെക്കാൾ പിന്നിലെന്ന് പൊതുവിമർശനം ഉയർന്ന സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തെക്കാൾ പഠന മണിക്കൂറുകളുണ്ട്, പഠന സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി താരതമ്യം ചെയ്യുക, KER വിദ്യാഭ്യാസ ചട്ടങ്ങളുമായി പരിശോധിക്കുമ്പോഴും ഇത് അനിവാര്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നിയമപരമായും ഭരണപരമായും അനുകൂലമാണ് സർക്കാരിന്റെ തീരുമാനം. മറ്റൊന്ന്, ഒരു മതസംഘടനയുടെ മാത്രം താല്പര്യം മാനിച്ച് ഒരു മതസംഘടനയുടെ മാത്രം സമ്മർദ്ദത്തിന്റെ ഭാഗമായി സർക്കാർ തീരുമാനത്തിൽ, അത് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്തില്ല. അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വലുതാണെന്ന് സർക്കാരും CPM തിരിച്ചറിയുന്നു. ആദ്യം മുതൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തന്നെയാണ്. സ്കൂൾ സമയം മാറ്റാനും അത് ഏകീകരിക്കാനും എങ്ങനെ വേണം കരിക്കുലം തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ്. അവിടെ പ്രായോഗികമായ അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ സർക്കാർ കേൾക്കുക. അതിനപ്പുറത്തേക്ക് ആർക്കും മുതലും വഴങ്ങില്ല നിലപാട് തുടക്കം മുതൽ. പക്ഷേ സമീപകാലത്തും ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ഈ ഒരു ഇത്രയും ദൃഢമായ നിലപാട് എടുത്തിട്ടില്ല. അതിനെടുക്കാൻ വി ശിവൻകുട്ടിയെ സഹായിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള CPMന്റെ ഒരു നയമാറ്റമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ മുമ്പ് വരെയൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് അത്തരം സമസ്ത ഉൾപ്പെടുന്ന മുസ്ലിം വിഭാഗങ്ങളെ പരമാവധി പ്രീതിപ്പെടുത്താൻ CPM ഇടതുമുന്നണി ശ്രമിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം അവർക്ക് ഉണ്ടായിട്ടില്ല. CPMന്റെ വിലയിരുത്തലനുസരിച്ച് 2021 വരെ മുസ്ലിം വിഭാഗത്തിലെ വോട്ട് ഗണ്യമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് CPMലേക്ക് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നതോടുകൂടി ആ വോട്ട് പൂർണ്ണമായും അവരുടെ പരമ്പരാഗത കേന്ദ്രമായ UDFലേക്ക് പോവുകയാണ്. ഇനി അത്ര എളുപ്പത്തിൽ അത് ഇടതുകൊണ്ടേക്ക് തിരിച്ചു വരികയുമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കൂടെ നിർത്തേണ്ടതും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് മോശം പോകാതെ നോക്കേണ്ടതും CPMന്റെ അടിസ്ഥാന വിഭാഗമായ ഹിന്ദു വോട്ടുകളാണ്. അത് ലക്ഷ്യമിട്ടുള്ള നീക്കമായി കൂടി ഇതിനെ കാണണം. ശിവൻകുട്ടിയുടെ നിലപാട് ഒരു മതവിഭാഗത്തിന് വഴങ്ങരുതെന്നും നിയമപ്രകാരമെന്നും ഒക്കെ പറയുമ്പോഴും അതിനൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. രാഷ്ട്രീയ പ്രകാരമാണ്. ഒരു തരത്തിലും അത്തരം വോട്ട് പോകാൻ അനുവദിക്കരുത്. ഒരു മതസംഘടനയുടെ സമ്മർദ്ദത്തിന് നിർബന്ധത്തിന് വഴങ്ങി സ്കൂൾ പഠന സമയം, അത് പ്രത്യേകിച്ചും ഇത് മുസ്ലിം വിഭാഗത്തിന് എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന ഒന്നല്ല. ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമാണ് ഈ പഠന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളുടെ എണ്ണം തുലവും കുറവായിരിക്കും. മറ്റു വിഭാഗങ്ങൾക്കുള്ള കുട്ടികൾക്ക് സുഖമായി മദ്രസയിലും മറ്റും പോകാനും കഴിയും. ഈ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രമേ ഇത് ബാധകമാവുന്നുള്ളൂ. മാത്രവുമല്ല, ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരമൊരു പ്രശ്നം. മറ്റ് CBSE ICSE പഠിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്ക് പോലും അവരും മദ്രസയിൽ പോകുന്നവരാണ്. പക്ഷെ അവർക്ക് ആ സ്കൂളിന്റെ സമയം അനുസരിച്ച് പഠിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ പാവപ്പെട്ട സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം എന്തിനിങ്ങനെ ഈ ഒരു സമയക്രമത്തിന്റെ ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തണമെന്ന ചോദ്യം കൂടി സർക്കാരിന് മുന്നിൽ ഉയർന്നു വന്നു. അങ്ങനെ ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ട കാര്യമില്ല. എന്താണോ നിയമം അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു. അതിനൊപ്പം ഞാൻ സൂചിപ്പിച്ച ഈ രാഷ്ട്രീയ വിഷയം കൂടി അതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ABVP പോലുള്ള എക്കാലവും സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളെയും തുറന്നു തീർക്കുന്ന BJP അനുകൂല വിദ്യാർത്ഥി സംഘടനയ്ക്ക് പോലും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടി വന്നത്. വലിയ പ്രക്ഷോഭം മറിച്ചുണ്ടായേനെ, അല്ലെങ്കിൽ പ്രചരണം ഉണ്ടായേനെ. അത് ആ രീതിയിൽ സമസ്തയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രം ആ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ. അരുണ്, ഒരു കാര്യം കൂടി, ഈ ഉമർ ഫൈസി മുക്ക അടക്കം സർക്കാരുമായി വലിയ ബന്ധമുള്ളവരാണല്ലോ. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ സമസ്യയ്ക്ക് മുന്നിൽ സർക്കാർ ചെലുത്തിയിരുന്നോ? കാരണം ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കണം എന്ന ഒരു വാദം ഉയർത്തിയതിന് പിന്നിൽ
സമസ്തയ്ക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുന്നത്. അവർ ഒരു നിലപാട് മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായും അതിന് ചില കേന്ദ്രങ്ങളിൽ പിന്തുണ ആ രീതിയിൽ ലഭിച്ചു. പ്രതിപക്ഷം സൂചിപ്പിച്ച പ്രതിപക്ഷവും മുസ്ലിം ലീഗും കടുത്ത നിലപാടല്ല സ്വീകരിച്ചത്. എല്ലാവരും ചർച്ച ചെയ്യണം, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താനുള്ള വഴിയാണ് ഇന്നലെ സർക്കാർ തുറന്നത്. നേരത്തെ ഈ സമയമാറ്റം വരുമ്പോഴും സർക്കാർ എല്ലാ ബന്ധപ്പെട്ട കാര്യവും ചർച്ച നടത്തിയിരുന്നു. പക്ഷേ സമയമാറ്റം വന്നപ്പോൾ വലിയ എതിർപ്പ് സമസ്തയുടെ ഭാഗത്തുണ്ടായി. അവരുമായി കൂടി ചർച്ചയ്ക്ക് ഒരു ജനാധിപത്യ സംവിധാനം എന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയായിരുന്നു സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്തത്. ആ ചർച്ചയ്ക്ക് മുമ്പ് തീരുമാനം അറിയിപ്പ് വന്നപ്പോൾ തന്നെ ശിവൻകുട്ടി വ്യക്തമാക്കിയത് കാര്യങ്ങൾ അവരെ അറിയിക്കാനാണ്. എന്തുകൊണ്ട് സർക്കാർ ഇത്തരം ഒരു സമയമാറ്റത്തിന് നിർബന്ധിതമായി എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ ചർച്ച. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകുമെന്ന് ആ ഘട്ടത്തിലും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നില്ല. അതുതന്നെ സംഭവിച്ചു. സർക്കാർ നിലപാട് തുറന്നു പറഞ്ഞു. മറ്റ് സംഘടനകൾ, മറ്റ് സാമുദായിക സംഘടനകൾ സർക്കാർ നിലപാടിനൊപ്പം ഉറച്ചു നിന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ സമസ്ത മാത്രം ഒറ്റപ്പെടുകയായിരുന്നു. അവർക്കാകട്ടെ ഈ സർക്കാരിന്റെ ഈ വാദങ്ങളെ ഖണ്ഡിക്കാനുള്ള കാര്യമായ ഒന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അരുണ ഈ സമസ്ത പുതിയ വിശദീകരണം അവർ നൽകുന്നത് അടുത്ത അധ്യയന വർഷം ഇക്കാര്യം പരിഗണിക്കാം എന്ന് മന്ത്രി ഉറപ്പ് നൽകി. അതുകൊണ്ട് താങ്കൾ ഇത്തവണ വഴങ്ങിക്കൊടുത്തു എന്നാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ടോ? അടുത്ത തവണ സാഹചര്യം നോക്കി ചർച്ച ചെയ്യാമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞത്. അത് ഒരുപക്ഷെ ഇത് മാറ്റുമെന്ന ഒരു ഘട്ടത്തിലും വിദ്യാഭ്യാസ നിലപാട് എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. പകരം പരിഗണിക്കാം, അപ്പോഴും ചർച്ചയുണ്ടാകാം. സ്കൂൾ തുറക്കുന്നതിന് സ്വാഭാവികമായും സമയമാറ്റം ചർച്ചയുണ്ടാകാം. ഈ അധ്യയന വർഷം മറ്റേതെങ്കിലും വഴിയിൽ, അതായത് ഇവിടെ നഷ്ടപ്പെടുന്ന സമയം മറ്റേതെങ്കിലും വഴിയിലൂടെ ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ സുരക്ഷ സർക്കാർ വഴങ്ങിയേക്കാം. അതിനപ്പുറത്തേക്ക് ഈ അധ്യയന വർഷം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ വിഭാഗങ്ങളുടെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അടുത്ത അധ്യയന വർഷവും സർക്കാർ ഒരു പുതിയ നിലപാടിലേക്ക് പോകാൻ ഇടയില്ല. പ്രത്യേകിച്ച് അടുത്ത സ്കൂൾ തുറക്കൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഭവമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അവിടെ ഒരുങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാകും സർക്കാരിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തുക. നിയമപരവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിയമപ്രകാരവുമുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തതെങ്കിൽ പോലും രാഷ്ട്രീയം എന്നത് ഇതിന് പിന്നിൽ മറച്ചുവെക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. അതിന് രാഷ്ട്രീയ ഉദ്ദേശം കൂടി വ്യക്തവുമാണ്. യെസ്, അതാണ് അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇത്തവണ ഈ പ്രതിസന്ധി മാറ്റി നിർത്തുക എന്നതാണ്. അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമോദ്, മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഇക്കാര്യത്തിൽ സമസ്തയുമായി ചേർന്ന് നിന്നുകൊണ്ട് നിലപാടെടുത്തിരുന്നു, അത്ര കടുപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുന്നു എന്നതുകൂടി പ്രസക്തമാണ്. ഇക്കാര്യത്തിൽ ലീഗ് എന്ത് നിലപാടായിരിക്കും ഉന്നയിക്കുക? സമസ്ത പിന്നോട്ട് പോയതുകൊണ്ട് ഇനി ഞങ്ങൾക്കും പ്രശ്നമില്ല എന്ന സ്റ്റാൻഡ് തന്നെ ലീഗ് സ്വീകരിക്കും? തീർച്ചയായും ലീഗിൻ്റെ നിലപാടും അത്തരത്തിൽ തന്നെയാണ്. കാരണം മതസംഘടനകൾക്ക് ഇത് സ്വീകാര്യമായ ഒന്നാണെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ വിവാദങ്ങൾക്ക് പോകേണ്ടതില്ല, കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും ലീഗിൻ്റെ നിലപാട്. മാത്രമല്ല, ഈ വിഷയത്തിൽ ലീഗ് നേരത്തെ മുതൽ മതസംഘടനകളുമായി ഇക്കാര്യം ചർച്ച ചെയ്തില്ല എന്നൊരു വിഷയത്തിൽ മാത്രമാണ് ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സ്കൂൾ സമയം മാറ്റുന്നതോ സൂംബ കൊണ്ടുവരുന്നതോ ഒന്നും ലീഗ് എതിർക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇതൊക്കെ കൂടിയാലോചനകൾക്ക് ശേഷവും ചർച്ചകൾക്ക് ശേഷവും വേണമെന്ന ഒരു നിലപാടാണ് ലീഗ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സമസ്ത സർക്കാർ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചതോടെ ലീഗിന് ഇനി മറ്റൊരു തരത്തിലും അതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അക്കാദമിക്കായ വിഷയങ്ങളിൽ കോടതിയുടെ ഇടപെടൽ ഉള്ള ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പറയുവാൻ ലീഗ് നേരത്തെയും രംഗത്ത് വന്നിട്ടില്ല എന്നതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ സമസ്തയുടെ ഈ നിലപാടിനെ സ്വീകരിക്കുകയോ സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ലീഗിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുകയോ ആകും ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഇനി സർക്കാരിനെതിരെ ഒരു പ്രതിഷേധത്തിനോ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കോ ലീഗ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടം വരേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. സജിത്ത്, എന്തായാലും സർക്കാരിന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ പരിഹരിക്കപ്പെടുന്നത്. കാരണം ഇതൊരു സ്കൂൾ സമയമാറ്റം എന്ന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായിരുന്നില്ല. ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. കാരണം സർക്കാർ വഴങ്ങിയാൽ വഴങ്ങാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അങ്ങേറ്റം സങ്കീർണമായിരുന്നു. കാരണം സമസ്ത പരസ്യ പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി